2-3 വർഷം മുമ്പത്തെ ഒരു വീഡിയോയിലാണ് നമ്മൾ ആ കാര്യം പറഞ്ഞേക്കണേ. ആ വീഡിയോ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഇത് എങ്ങനെ കിടന്ന സ്ഥലമാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാവും കൂടെ അവിടെ പണിതു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പണി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വേറെ ചാനൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു ചെറിയ ഫാമല്ല, ഇങ്ങനെ കോഴി താനാണെങ്കിൽ ഇങ്ങോട്ട്, പിന്നെ ഗാർഡൻ സെറ്റപ്പ്, പിന്നെ ഈ രണ്ട് പറമ്പ് രണ്ടായിട്ടാണ് ഇരിക്കണേ. അതുപോലെ നടുക്കുന്ന പാലൊക്കെ ഇട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, നമ്മുടെ സ്ഥലമല്ല, പാട്ടത്തിന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കണേ ഇവിടുന്ന് മോണ്ട വരെയുള്ള സ്ഥലം നമ്മളാണ് നോക്കണം. ഈ വാഴ കൃഷിയെല്ലാം നമ്മുടെയാണ്. അപ്പോൾ അതെ പണി ഏകദേശം തുടങ്ങിയിട്ടുള്ളൂ. ആ സൈഡ് കെട്ടിയിട്ടുണ്ട്, ഇനി ഈ സൈഡ് കെട്ടാനുണ്ട്. അപ്പം രണ്ടാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് 2 വശവും കെട്ടുന്ന വെച്ചാൽ ഇതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം ഒഴുകുന്നതിൻ്റെ പേരിൽ രണ്ട് വശവും കെട്ടിയിട്ട് അവിടെ നിങ്ങൾ സ്ലാവ് ഒക്കെ പാല് വിടുക. 2 ഫ്ലോട്ടായിട്ട് ഇരിക്കുക. ഒന്ന് കോഴി, താറാവ്, പ്രാവ്, കവക്കെല്ലാം ഈ കോമ്പൗണ്ട് നമ്മുടെ പോലെ വലിയടിച്ച് ഇതിൻ്റെ അകത്ത് കിടക്കാൻ പാകത്തിന്. മഴക്കാലത്ത് അവിടെ ഒരു കിണർ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് വെള്ളം വരും. ആ വെള്ളം വന്നതിൻ്റെ പേരിലാണ് ഈ മണ്ണ് ഒഴുകി പോയിരിക്കാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് കെട്ടുന്നത്. അപ്പോൾ ഇനിയുണ്ട് 2-3 ദിവസം പണിയുണ്ട് കേട്ടോ. ഈ സൈഡ് ഫുള്ള് കെട്ടി ഹൈറ്റ് ഓക്കെ ആക്കിയിട്ട് ഈ സെൻറ്ററിൽ നിന്നൊരു പാലം ഇട്ട് നമുക്ക് പറ്റുമെങ്കിൽ മുളയൊക്കെ പറ്റിയ ഒരു സെറ്റപ്പ് ആയിട്ട് ആ സൈഡൊക്കെ മറയ്ക്കാനുള്ള പരിപാടിയൊക്കെയാണ് ആലോചിക്കണേ. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതൊരു 4 വർഷം മുന്നത്തെയാണ്. അപ്പോൾ കാണാൻ കുറച്ച് തൈകൾ മൊത്തം വല ഇടുക. തെങ്ങുംതോപ്പ് ഒഴിവാക്കി ഇതിൻ്റെ ഈ ഉൾഭാഗം മൊത്തം വല ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്തെ കിഴക്കും മരങ്ങളും ഇതൊക്കെ അതിന് കൂട് കൂട്ടാനും പറന്ന് നടക്കാനും നടുക്ക് റൗണ്ടിൽ വെച്ച്, അതായത് ജബ്ബാർക്ക് പറയും തെങ്ങുംതോപ്പ്, അതുപോലെ മാവ്, അതുപോലെയുള്ള വൃക്ഷങ്ങൾ വെച്ച് മൊത്തം ചുറ്റും വലയിട്ട് അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ട എല്ലാ സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അത് വേറെ ഒരു റൗണ്ടിൽ കുളം വരും. ഒരു കുളമടക്കം അതിൻ്റെ അകത്ത് മീന് ഒരു കുളമടക്കം ഉണ്ടാക്കും എന്നാണ് ജബാർക്ക പറയുന്നത്. അതിൽ മീന് അപ്പോൾ നേരത്തെ നമ്മുടെ കൂടുന്ന ഭാഗം ഇതാണേ. നമ്മുടെ ഈ വീഡിയോയിൽ നേരത്തെ എങ്ങനെ ഇരുന്നത് നമുക്ക് കാണിക്കാം കേട്ടോ. അൽത്താഫിന്റെ പ്രാവും കൂടെ പുതിയതായിട്ട് പണിതാണല്ലോ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാം. കയറിയിട്ട് നമുക്ക് ഇതിനകത്തുള്ള പ്രാവിന്റെ കാര്യങ്ങളൊക്കെ കാണാം. ആ ക്രോസ് ആയ പ്രാവിനെ അപ്പൊ ഞങ്ങളിപ്പോ അൽത്താഫിന്റെ പ്രാവും കൂടിന്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ പ്രാവിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കണ്ട, നമുക്കെല്ലാം എടുത്ത് കാണാം. ഇവിടെ ഫുള്ള് പൊളിച്ച് കളഞ്ഞു ഉണ്ടല്ലേ. ഇപ്പം എല്ലാം അത് വൃത്തികേടായിട്ട് കിടക്കുവാണ്. ഇനി ഇവിടെ നിന്ന് എല്ലാത്തിനും അങ്ങോട്ടും മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ മൊത്തം നീറ്റാക്കി എടുക്കാൻ. അതായത് മഴ വീഴുതേ അതിന് എല്ലാവരും തീറ്റ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മണ്ടയിലിട്ട് കൊടുക്കണം. പ്രാവൊക്കെ മണ്ടയിൽ കൊടുക്കുന്നോളൂ. കോഴിയുടെ മുട്ടകളാണ്. കോഴി ഇതിനകത്ത് കയറിയാണ് മുട്ട ഇടുന്നത്. അപ്പോൾ അതിനുള്ള തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോഴികളെല്ലാം ഇവിടെ ഉണ്ട്. പ്രാവ് അമ്മേ ഇവിടെ കുഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു അതിഥിയല്ല, നമ്മുടെ ഇവിടെ ഉള്ളൊരുത്തനാണ് ചിക്കു. ഇതാണ് ചിക്കു. ഈ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് മൊത്തം കാടാട്ടോ, നല്ല കാട്. അവിടെ മണ്ടയിലൊരു വീടുള്ളൂ, ബാക്കി ഫുള്ള് ഇതുപോലെ ഫുള്ള് മണ്ടയിലേക്ക് ഒന്നും വീടും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ സിറ്റി, ബാക്കി 3 വശവും ഇതുപോലെ കാടാണ്. അപ്പം പാമ്പൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ഇവിടെയൊക്കെ അടി ഇങ്ങനെ അടച്ചു വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്നാലും പാമ്പ് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് പിന്നെ ഈ പ്രാവ്, കോഴി എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പാമ്പിൻ്റെ ശല്യവും അതുപോലെ തന്നെ കുറുക്കൻ്റെ ശല്യമൊക്കെ ഇവിടെ നല്ലപോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവനെ വളർത്തണേ. നമ്മുടെ കയ്യാണിയുടെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്യാപ്പിലാണ് വെള്ളം പോകുന്നത്. നേരത്തെ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതിൻ്റെ അടിക്കോടെയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളം വരും കേട്ടോ. അപ്പോൾ മഴക്കാലത്തുള്ള കാഴ്ച പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൂട്ടിൽ കുറച്ച് തീറ്റ അവിടെ കൊണ്ട് വയ്ക്കാനുണ്ട്. വാങ്ങി കുറച്ചധികം വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വരും. പ്രാവെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. ഞാൻ ഇവിടെ പണിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് എങ്ങനെയാണ് സ്ഥലം നിന്നതും ഈ കൂട് നിന്നത് കാണിക്കാമെന്നായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരെ ബൈ.